നമസ്കാരം. സിറ്റി സർക്കുലർ ഇ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് മേയറും ഗതാഗത മന്ത്രിയും തുറന്ന പോരിൽ ഇറങ്ങുമ്പോൾ നഗരവാസികൾക്ക് നഷ്ടമായത് കുറഞ്ഞ നിരക്കിൽ നഗരത്തിലെ പ്രദേശങ്ങളെ ഒന്നിപ്പിച്ച ജനകീയ ബസ് സർവീസ് തന്നെയാണ്. സാധാരണ ബസ്സുകൾ ഓടാത്ത സ്ഥലങ്ങളിലേക്ക് ഓടിയ ഈ സർക്കുലർ സർവീസ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ യാത്രക്കാരെ ഏറെ ആകർഷിച്ചിരുന്നു. 15 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ 10 രൂപ നൽകിയാൽ മതിയെന്നായിരുന്നു സിറ്റി സർക്കുലറിന്റെ ആകർഷകത. മുൻപ് ബസ്സുകൾ എത്താതിരുന്ന PTP നഗർ, വലിയവിള, വഞ്ചിയൂർ, മുടവൻമുകൾ, മരുന്നുപൊഴി, കൊച്ചാർ റോഡ്, വൈലിക്കട, കുറവൻകോണം റോഡ്, നന്ദൻകോട്, കുറവൻകോണം റോഡ് തുടങ്ങിയ പല റൂട്ടുകളിലേക്കും ബസ് എത്തിയത് പ്രദേശവാസികൾക്കിടയിൽ വലിയ ഒരു ചലനമുണ്ടാക്കിയിരുന്നു. ബസ് എവിടെയാണ് ട്രാക്ക് ചെയ്യാനുള്ള GPS സൗകര്യവും ഉണ്ടായിരുന്നു. ശാസ്ത്രീയമായി പഠനം നടത്തിയ ശേഷമാണ് റൂട്ടും സമയവും തയ്യാറാക്കിയത്. വീട്ടുജോലി അടക്കമുള്ളവയ്ക്ക് പോകുന്ന താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകൾക്കും കൂലിപ്പണിക്കാരനും അടക്കമുള്ള സാധാരണക്കാർക്കും ഇത് ഏറെ സഹായമായിരുന്നു ഈ 10 രൂപ ബസ്. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവും KSRTCയും ഒരുപോലെ ലാഭകരമെന്ന് പറഞ്ഞിരുന്ന സംസ്ഥാനമാണ് മന്ത്രി മാറിയപ്പോൾ പെട്ടെന്ന് നഷ്ടമായത്. സ്വകാര്യ ബസ് മുതലാളിമാരുടെ ഇടപെടലാണ് സർക്കുലർ സർവീസ് അട്ടിമറിച്ചതിന് പിന്നിലെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ ഈ ബസ്സുകൾ ജില്ല വിട്ട് കൊണ്ടുപോയതിനെതിരെ പരാതി നൽകിയിരുന്നു. തുടർന്ന് 113 ബസ്സുകൾ ജില്ലയ്ക്കകത്ത് തിരിച്ചുകൊണ്ട് വന്നെങ്കിലും സർക്കുലർ സർവീസ് പുനഃസ്ഥാപിച്ചില്ല. KSRTCയുടെ സിറ്റി സർക്കുലറിന്റെ 10 രൂപ ടിക്കറ്റ് ലാഭകരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കരണം. സിറ്റി സർക്കുലറിൽ പ്രതിദിനം 76,000 യാത്രക്കാർക്കുണ്ടായിരുന്നു. ഫാസ്റ്റാക്കി പേര് മാറ്റി ടിക്കറ്റ് നിരക്ക് അടിക്കടി കൂട്ടിയും സർവീസുകൾ വെട്ടിക്കുറച്ചുമാണ് സർക്കുലർ സർവീസ് പടിപടിയായി ഇല്ലാതാക്കിയത്. 3 ഇരട്ടി ടിക്കറ്റ് നിരക്ക് കൂട്ടിയാണ് ഇപ്പോൾ കൂടുതൽ ലാഭം കിട്ടുന്നുണ്ടെന്ന് മന്ത്രി പറയുന്നത്. 115 വാഹനങ്ങൾ വാങ്ങി നൽകുമ്പോൾ ഇത് സംബന്ധിച്ച് കോർപ്പറേഷനും സർക്കാരും ഉണ്ടാക്കിയ കരാർ ഒരു കാലത്തും KSRTC പാലിച്ചിരുന്നില്ല. ഏകപക്ഷീയമായിരുന്നു തീരുമാനങ്ങൾ. റൂട്ട് നിശ്ചയിക്കുന്നതും അതോടൊപ്പം തന്നെ നിരക്ക് വർധനവ് തീരുമാനിക്കുമ്പോഴും കോർപ്പറേഷനുമായി ചർച്ച നടത്തണമെന്നാണ് കരാർ വ്യവസ്ഥ. നഗരത്തിലെ വായു മലിനീകരണം കുറയ്ക്കാനെന്ന പേരിലാണ് സ്മാർട്ട് സിറ്റി വഴി ബസ്സുകൾ 115 കോടി ചെലവിട്ടത്. നഗരത്തിലെ ചെറിയ റോഡുകളിലൂടെ ഓടാനും ഹരിതചട്ടം മുൻനിർത്തിയുമാണ് സിറ്റി സർക്കുലർ ഈ ബസ്സുകൾ വാങ്ങിയത്. ഇതിനു പുറമെ കിഫ്ബി ഫണ്ടിൽ വാങ്ങിയ 50 ഈ ബസ്സുകളും KSRTCക്കുണ്ട്. ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു 10 രൂപ സർവീസിൽ ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവന്നപ്പോൾ അതായത് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഈ ഇലക്ട്രിക് ബസ്സുകൾ ജനപ്രിയമാക്കാം എന്ന പേരിൽ KSRTCയും കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും കൂടെ ചർച്ച നടത്തി അങ്ങനെ 10 രൂപ സർവീസിലേക്ക് കൊണ്ടുവന്ന ബസ്സാണ്. പ്രൈവറ്റ് മുതലാളിമാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന രീതിയിൽ അവർക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ ഈ 10 രൂപയെ വെട്ടിക്കുറച്ച് 15 രൂപയും 18 രൂപയും ചാർജാക്കി സിറ്റി ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും എന്ന പേരിലാക്കി ഗണേഷ് കുമാർ ഈ സ്വകാര്യ ബസ് മുതലാളിമാരുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്നത്. കാരണം KV ഗണേഷ് കുമാറിനും ഒരു സ്വകാര്യ ബസ് മുതലാളിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് ഗണേഷ് കുമാർ ഇങ്ങനത്തെ ഒരു തറവേലത്തരം ചെയ്തത്.